ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ഇന്ന് ചെയ്യും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡി സിൽവ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഡൽഹിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നടക്കാനിരിക്കുന്നത്. മാത്രമല്ല ലോകത്തിന്റെ എല്ലാം ശ്രദ്ധ ഇന്ത്യയിലേക്കാണ്, ഡൽഹിയിലേക്കാണ്. എപ്പോഴാണ് ചടങ്ങുകൾ തുടങ്ങുക? ഗൽഗോട്ടിയോ സർവകലാശാല വിട്ടുപോയോ വിനിത? ഓടിച്ചു വിട്ടു. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് പ്രവിത. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഏറെ വിവാദമുണ്ടായത് ചൈനീസ് റോബോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വിശദീകരണം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം വരുന്ന വ്യവസായ പ്രമുഖർ, രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെ ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമായിട്ടുള്ള ചില സെഷനുകൾ നടന്നിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലേക്കുള്ള ഈ റോബോട്ടിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെഷനുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയുള്ളൊരു വിവാദമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏതാണെങ്കിലും ഇന്നലെ രാത്രി നിരവധി വ്യവസായ പ്രമുഖരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മറ്റുമായി എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഭാരത് മണ്ഡപത്തിൽ അദ്ദേഹം നേരിട്ടെത്തി ഈ വന്നിരിക്കുന്ന ആളുകളെ, ഈ രാഷ്ട്ര തലവന്മാർ, ഒപ്പം തന്നെ വ്യവസായ പ്രമുഖർ, സിഇഒമാർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അദ്ദേഹം നേരിട്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തി അവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ മാസം 16-നായിരുന്നു ഈ പരിപാടികൾ ഉച്ചകോടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് തുടരുകയാണ്. ഈ മാസം 20 വരെയാണ് ഉച്ചകോടി ഉണ്ടാകുന്നത്. ഇന്ന് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഭാരത് മണ്ഡപത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുക. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബ്രസീൽ പ്രസിഡന്റ് ലുലു ഡ സിൽവ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം ഈ രാഷ്ട്ര തലവന്മാർക്കൊക്കെ ഒപ്പം ഇന്ന് നടക്കുന്ന എക്സ്പോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ക്ഷേമം എന്ന ഈ പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ AI ഉച്ചകോടി നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉച്ചകോടി പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ സെഷനുകൾക്ക് ശേഷം വിവിധ രാഷ്ട്ര തലവന്മാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 21-നാണ് ഈ ബ്രസീൽ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നതിലാണ് ഈ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാവുക. ഹാഷ്മി, ഓക്കെ. വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇമ്പാക്ട് ഉച്ചകോടി അത് ഗംഭീരമായ ഇനിഷ്യേറ്റീവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.